വലിയ ഭീകരാന്തരീക്ഷം ആ ക്യാമ്പസുകളിൽ നടക്കുന്നു. SFIയുടെ അതിപ്രസരിപ്പ് ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഇതര വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾക്കോ അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ ദുരൂഹതകൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. വലിയ ദുരൂഹത നമുക്ക് മനസ്സിലാകുന്നു. അതിൽ SFI നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി അല്ലെങ്കിൽ CPM നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി കുറേയേറെ കാര്യങ്ങൾ അവിടെ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും പുറത്തു വരേണ്ടുന്ന ഒരു സാഹചര്യം. വീണ്ടും SFIയുടെ എന്താണ് ഗുണ്ടായിസം ഒരു ജീവൻ പൊറിഞ്ഞിരിക്കുക. കേസിന് എന്താണ് ഇതിലെതിരെ പ്രതിഷേധം, സമരം എന്തിനുണ്ടോ? വയനാട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ അത് ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ്. അത് SFI നേതൃത്വം കൊടുത്ത ഒരു കൊലപാതകമാണ് എന്ന ഒരു വിഷയം KSU ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തോളമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളിലേക്കോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കോ ആരെയോ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിരുന്നില്ല. ഈ വിഷയത്തിൻ്റെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി 18-ാം തീയതി മരണപ്പെട്ടതിന് ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വാർത്തകൾ വരുന്നത്. അത് ഈ സിദ്ധാർത്ഥിൻ്റെ മാതാവ് പോലീസിന് പരാതി നൽകുകയും ആ പരാതിയുടെ കോപ്പി നമ്മൾക്ക് ലഭിക്കുകയും ആ കോളേജിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഭയന്ന് ആ വാർത്ത പുറത്തേക്ക് പറയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നത്. അതിനുശേഷം തുടർന്ന് ഡീൻ ഉൾപ്പെടെയുള്ളവരെ ഉപരോധിച്ച് ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഉള്ളറകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ മാതാപിതാക്കളെല്ലാം കണ്ടപ്പോഴും അവർ പറയുന്നത് അവിടെ വലിയ ഭീകരാന്തരീക്ഷം ആ ക്യാമ്പസുകളിൽ നടക്കുന്നു. SFIയുടെ അതിപ്രസരിപ്പ് ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഇതര വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾക്കോ അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ ദുരൂഹതകൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. SFI ഏകസംഘടനാവാദത്തിലേക്കും കേരളത്തിലെ ക്യാമ്പസുകളെ തള്ളിവിട്ടുകൊണ്ട് അവിടെ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഏകാധിപത്യ കോട്ടകളെ അവർക്ക് കെട്ടിനിർമ്മിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അത് തുറന്ന് പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ടുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്വം KSUവിനുണ്ട്. KSU ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. വലിയ സമര പോരാട്ടങ്ങൾക്ക് KSU സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ മറ്റൊരു കാര്യം, ഈ ബന്ധുക്കൾ കോളേജിൽ ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ കേരള പോലീസ് ഉൾപ്പെടെ ഒരു നല്ല രീതിയിലല്ല പെരുമാറി നമുക്ക് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറയണത്. അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ വിഷയം ഉണ്ടാകുന്നു, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങളിത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ KSUവിൻ്റെ പ്രതിനിധി സംഘം അവിടെ ചെല്ലുന്നുണ്ട്. ക്യാമ്പസിൽ ചെല്ലുന്ന ഡീനിനെ കാണുമ്പോൾ പോലും അത് ഇതിൽ വലിയ കുറേയേറെ കാര്യങ്ങൾ അതിൽ മറച്ചു വെക്കാനുണ്ടെന്ന തരത്തിൽ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് യാതൊരു പരാതിയും ഈ കോളേജ് ഡീനിൻ്റെ ഭാഗത്തുനിന്നോ കോളേജിലെ അധികാരികളുടെ ഭാഗത്തുനിന്നോ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചിട്ടില്ല. പോലീസ് സ്വമേധ എടുത്ത അസ്വാഭാവിക മരണം എന്ന തരത്തിലേക്കുള്ള ഒരു പരാതിയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ വലിയ ദുരൂഹത നമുക്ക് മനസ്സിലാകുന്നു. അതിൽ SFI നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി അല്ലെങ്കിൽ CPM നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി കുറേയേറെ കാര്യങ്ങൾ അവിടെ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും പുറത്തു വരേണ്ടുന്ന ഒരു സാഹചര്യം. 10 ദിവസത്തോളം കോളേജിൽ താമസിക്കുന്നുണ്ടായിരുന്നു. കോളേജ് അധികൃതർ അവരെ സംരക്ഷിക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും കോളേജ് അധികൃതർ കൃത്യമായ പങ്കുണ്ട്. ഇതിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം വലിയ രീതിയിൽ അവരെല്ലാവരെയും അറിവോടുകൂടി തന്നെയാണ് ആ കൊലപാതകം ആ ക്യാമ്പസിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അത് മറച്ചു വെച്ചു എന്നത് ഒരു വലിയ തെറ്റാണ്. അത് കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം. ഇതിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തുനിന്നോ എത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായാലും സംരക്ഷിക്കുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ KSU ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തും, പ്രതിരോധങ്ങൾ തീർക്കും, ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരും. ഇവരുടെ മാതാപിതാക്കളെ കണ്ടപ്പോഴും അവർ പറയുന്നു, ഇനി ഇത്തരത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ അവസാനിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകരുത്. കാരണം വലിയ പ്രതീക്ഷകളുമായിട്ട് വലിയ അക്കാദമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. സമാനമായിട്ട് ഇന്ന് മാതാപിതാക്കളായിട്ട് സംസാരിച്ചപ്പോൾ സമാനമായിട്ടുള്ള 1-2 ഇൻസിഡൻറ്റുകൾ ഇതിനു മുൻപ് ആ ക്യാമ്പസിൽ നടന്നതായിട്ട് പറയുന്നു. അതിൻ്റെ നിജസ്ഥിതികളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് SFI നടത്തുന്ന ഇത്തരം പ്രവണതകളെ പറ്റിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം. ഇതിൽ ഒരാളെയും രക്ഷപ്പെടാൻ KSU അനുവദിക്കത്തില്ല. ശക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും KSU നേതൃത്വം. അല്ല, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 11 ദിവസമായി, കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ണൂർ സ്ക്വാഡ് മോഡലിൽ ഇതര സംസ്ഥാനത്ത് പോയിട്ട് അവിടെ പ്രതികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കേരള പോലീസ് വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ നല്ല ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ നല്ല ഒരു പോലീസ് വകുപ്പ് അല്ലെങ്കിൽ പോലീസിലുള്ള ഉള്ളൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അവരുടെ
മൂക്കിന് തുൻപിൽ നടക്കുന്ന 11 ദിവസമായിട്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവർ ഒളിച്ചിരുന്നത്, അവർക്ക് സംരക്ഷണം ഒരുക്കിയത്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് CPM പാർട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജ്, ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് CPM പാർട്ടി സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ ഡയറക്റ്റ് നിയന്ത്രണത്തിലാണ്. അവിടെ SFI സംഘം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയ SFI സംഘങ്ങൾ അവിടെ തമ്പടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ക്യാമ്പസിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്നു. ഇപ്പൊ മാതാപിതാക്കൾ പറഞ്ഞു ഇത് വലിയ ഡ്രഗിന്റെ ഒരു ഹബ്ബാണ് ആ ക്യാമ്പസ് എന്ന് സിദ്ധാർത്ഥ് പല ആവർത്തിനും പറഞ്ഞു. തീർച്ചയായിട്ടും അതും ഈ സിദ്ധാർത്ഥിന്റെ ഫാദർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥിനെ നിർബന്ധിച്ച് SFIയിൽ ചേരണമെന്നുള്ള തരത്തിലേക്ക് പറഞ്ഞിരുന്നു. അവൻ ചേരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അവരുടെ നോട്ടപ്പുള്ളിയാണെന്ന് അദ്ദേഹത്തിന്റെ പിതാവുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിളിച്ചു വരുത്തിയാണ്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഏത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അതിന്റെ പുറത്തുണ്ടായി കഴിഞ്ഞാലും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരും. കേരളത്തിൽ ഇനി ഒരു സിദ്ധാർത്ഥ് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ പ്രതിരോധവും തീർക്കാൻ KSU മുന്നിട്ടിറങ്ങും.